ഗായത്രി സുധീഷിനെ കാമുകനാണെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് ആകെ കൂടെ ടെൻഷനാവും. ആദ്യമായിട്ട് സുധീഷിനെ കണ്ട കാര്യവും സുധീഷിനോട് ഇഷ്ടം തോന്നിയതൊക്കെ പറയാണ്. ഫ്രണ്ട്സ് തിരിച്ച് സുധീഷിനോട് ഗായത്രി എങ്ങനെ ഇഷ്ടമായതെന്ന് ചോദിക്കുമ്പോൾ സുധീഷിനൊന്നും പറയാൻ കഴിയില്ല. സുധീഷ് പറയും, ഞാൻ വാഷ്റൂം വരെ ഒന്ന് പോയിട്ട് വരാം. അതും പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഗായത്രി കുറേ ഫോൺ വിളിച്ച് നോക്കും, പക്ഷേ സുധീഷിനെ കിട്ടില്ല. വീട്ടിലെല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. നികേഷ് ചോദിക്കും, ഈ ഓംപ്ലേറ്റ് ഞാൻ എടുത്തോട്ടെ. സുഭാഷ് പറയും, അത് സുധീഷിന് വെച്ചതാണ്. എങ്ങാനും അവൻ വന്നിട്ട് രാത്രി ഭക്ഷണം ചോദിച്ചാൽ വേറെ ഒന്നും കൊടുക്കാനില്ല. ഹരീഷ് പറയും, സുധീഷ് ഏട്ടൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതല്ലേ, അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാവും വരിക. സുഭാഷ് നികേഷിനോട് പറയും, നിനക്ക് വേണേ എൻ്റേത് എടുത്തടാന്ന് പറഞ്ഞിട്ട് സുഭാഷിൻ്റെ പ്ലേറ്റിൽ നിന്ന് ഓംലേറ്റ് നികേഷിന് കൊടുക്കുകയാണ്. ആ സമയത്ത് സുധീഷ് വീട്ടിലോട്ട് വരും. വന്ന പാടെ തന്നെ സുധീഷ് ആ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുകയാണ്. സുധീഷിൻ്റെ വിശപ്പ് കാണുമ്പോൾ ഹരീഷ് ചോദിക്കും, അതെന്തേ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ട് ഒന്നും കിട്ടിയില്ലേ? സുധീഷ് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കഴിക്കാൻ നിന്നില്ല. എനിക്ക് സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. ഹരീശ്വരൻ അത്ര സ്നേഹമുള്ള ആളൊന്നല്ല സുധീഷ് ഏട്ടൻ. എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിധി ഇടയ്ക്കിടയ്ക്ക് എന്നെ സുധീഷിനെ നോക്കുന്നുണ്ട്. നിധിക്ക് എന്തോ ഒരു സംശയമുണ്ട്. സുധീഷാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ആ സമയത്ത് ഗായത്രി ഫോൺ വിളിക്കുകയാണ്, പക്ഷേ സുധീഷ് അത് എടുക്കില്ല. 2 തവണ വിളിച്ചിട്ടും സുധീഷ് അത് കട്ടാക്കും. എല്ലാവരും കാരണം കഴിയുമ്പോൾ സുധീഷ് പറയും, ഭക്ഷണം കഴിക്കല്ലേ, അപ്പം എങ്ങനെ കോൾ എടുക്കുക? രാവിലെ നിധിക്കൊരു കോള് വന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ചുമച്ച് വയ്യാതെ കിടക്കുന്ന അച്ഛനെ കാണുമ്പോൾ സുധീഷിനോട് പറയും, അച്ഛനെന്താ വയ്യാന്ന് തോന്നുന്നു. സുധീഷ് പറയും, ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ, നല്ല കുടിയായിരുന്നിരിക്കും, തല പൊന്താത്തോണ്ട് കിടക്കുന്ന. നിധിയും വിളിച്ച് സുധീഷ് അകത്തേക്ക് പോവാണ്. അടുക്കളയിലെത്തിയിട്ട് സുധീഷ് സുഭാഷിനോട് വയ്ക്കും, എന്താ സുഭാഷ് ഏട്ടാ കഴിക്കാൻ? സുഭാഷ് പറയും, ദോശ ഉണ്ടാക്കാം. എന്നും ദോശയോ? വേറെ ഒന്നുമില്ലേ? ഉച്ചയ്ക്ക് എന്താ കഴിക്കാനുള്ളത്? സുഭാഷ് പറയും, ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് ഹിന്ദിയിൽ പറയും. അത് കേൾക്കുമ്പോൾ നികേഷ് സുഭാഷിനെ കളിയാക്കാണ്. സുധീഷ് ഏട്ടാ കേട്ടില്ലേ, ഇപ്പം സുഭാഷ് ഏട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ഹിന്ദിയാണ് പറയുന്നത്. ഹരീഷ് വരുമ്പോൾ നികേഷ് ഈ കാര്യം പിന്നെയും പറയും. ആ സമയത്ത് അച്ഛൻ്റെ ചുമ കേട്ടിട്ട് നിധി പുറത്തോട്ട് പോവാണ്. അച്ഛൻ്റെ തലയിൽ തൊട്ടിട്ട് പറയും, നല്ല പനിയുണ്ടല്ലോ. ബാക്കി എല്ലാവരും കൂടെ പുറത്തേക്ക് വരും. നിധി പറയും, ടെമ്പറേച്ചർ ഒന്ന് നോക്കായിരുന്നു. സുധീഷ് പറയും, അതിനിവിടെ സ്റ്റെതസ്കോപ്പൊന്നും ഇല്ലല്ലോ. നിധി പറയും, സ്റ്റെതസ്കോപ്പല്ല, തെർമോമീറ്റർ. സുധീഷ് പറയും, സോറി. സുഭാഷ് അകത്തുനിന്ന് മെഡിസിൻ എടുത്ത് നിധിയോട് പറയും, ഗുളിക ഉണ്ട്. നിധി പറയും, ആ ഇത് മതി. നികേഷും നിധിയും പോകാൻ റെഡിയാവുകയാണ്. സുധീഷാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. നിധി സുധീഷിനെ കളിയാക്കി നികേഷിനോട് പറയാണ്, ഇന്നെന്താടാ വണ്ടി ബസ് സ്റ്റോപ്പിൽ തന്നെ കിടക്കുകയാണല്ലോ. നികേഷും സുധീഷിനെ കളിയാക്കി വയ്ക്കും, ഇന്നെന്താ പോകാനില്ലേ? സുധീഷ് പറയും, വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കാണേണ്ട ആൾ വരണ്ടേ, ഇന്ന് ഗായു ലീവാ. നിധി ഇറങ്ങുമ്പോൾ ഗുളികയും കഞ്ഞിയൊക്കെ അച്ഛൻ്റെ അടുത്ത് വെക്കും. എന്നിട്ട് പറയും, അച്ഛാ കഞ്ഞി കുടിക്കണേ, അത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ മരുന്നുണ്ട്, അതും കുടിക്കണം. സുഭാഷ് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് അങ്ങോട്ട് വരികയാണ്. മോള് പോയിക്കോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. സുധീഷ് ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിറകുന്ന് അയാളിങ്ങനെ ബിസിനസ്സിനെയൊക്കെ പറ്റി പറയാണ്. റിയൽ എസ്റ്റേറ്റൊക്കെ ഇപ്പോൾ പഴയ പോലെ അല്ല, കുറച്ച് നഷ്ടമാണ്. ആ സമയത്ത് ഗായത്രിയുടെ ഫോൺ വരികയാണ്, പക്ഷേ സുധീഷ് അത് എടുക്കില്ല. പുള്ളി വയ്ക്കും, ആരാ ഭാര്യയാണോ? വേണമെങ്കിൽ കോൾ എടുത്തോ. സുധീഷ് അറിയില്ല, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കോൾ എടുക്കാറില്ല. ആ അത് നല്ലതാ. സുധീഷ് ട്രാവൽ ഏജൻസി തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, എന്തായി? സുധീഷ് പറയും, അതിനുള്ള പൈസ ഒന്നും റെഡി ആയിട്ടില്ല. ഒരു കണക്കിന് ബിസിനസ് തുടങ്ങാനാണ് നല്ലത്. ക്ലച്ച് പിടിച്ചാൽ പിന്നെ അങ്ങ് പോയിക്കോളും. പുള്ളിയെ അവിടെ ഇറക്കി കഴിയുമ്പോൾ പിന്നെയും കോൾ വരികയാണ്. സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കോൾ എടുക്കും. ഗായത്രിക്ക്, എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത്? സുധീഷ് വരും, എടോ ഞാൻ എങ്ങനെ തൻ്റെ കാമുകനാവുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. ഗായത്രി വരും, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ? സുധീഷ് വരും, എടോ താൻ ചെറിയ കുട്ടിയാണ്, ഞാനങ്ങനെങ്കിൽ ഒരു ഡ്രൈവറും. ഞാൻ തന്നെ ശരിക്കൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്, അല്ലാത്ത രീതിയിൽ എപ്പോഴെങ്കിലും ഞാൻ തന്നോട് പെരുമാറിയിട്ടുണ്ടോ? ഗായത്രി വരും, ഞാൻ സ്വീറ്റാണ്, എന്നോട് സംസാരിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറയാറില്ലേ? അതൊക്കെ പറഞ്ഞ് ഗായത്രി കരയാണ്. സുധീഷ് വരും, കരയല്ലേ? സുധീഷ് ഒരു തമാശയ്ക്ക് ചെയ്ത കാര്യം ഇത്രയ്ക്ക് പ്രശ്നമാവുന്ന ഓർത്തിട്ട് സുധീഷ് ആകെ ടെൻഷനാവാണ്.